സ്കോപ്സ് സിഗ്നൽസിന്റെ വാർഷിക പരിപാടിയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പാർട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഏറ്റവും ബഹുമാന്യരായ ഭാരതത്തിന്റെ അഭിമാനമായ കോർപ്സ് ഓഫ് സിഗ്നൽസിന്റെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരെ, നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നാം ഏവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ച് ഞാൻ സംസാരിക്കുന്നത്. മാനവരാശി അതിന്റെ ആദ്യം മുതൽ ഒട്ടനവധി ദുരന്തങ്ങളും വൈതരണികളും കടമ്പകളും നേരിടുകയും ആ പ്രതിസന്ധികൾ അഖിലവും നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നാം രക്ഷ പ്രാപിക്കാൻ ഒരു വഴിയും പഴുതും കാണാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭീകരവും ബീഭത്സവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന കൊടുംവിപത്ത്. 16ഉം 17ഉം ഒക്കെ ആയിരുന്നത് ഇപ്പോൾ 12ഉം 14ഉം വയസ്സായി കുറഞ്ഞിരിക്കുന്നു. ലഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു. ലഹരി മരുന്നിനോടുള്ള അടിമത്വം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത്, മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു. തുടക്കത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ കവർന്നെടുക്കുന്നതും തകർത്തെറിയുന്നതും ജീവിതത്തിന്റെ സർവ്വ വർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളംബരം ചെയ്ത വർത്തമാനകാല കേരളത്തിന്റെ കൗമാരവും യൗവനവും ലഹരി എന്ന ചെകുത്താന്റെ കരാളക്കരങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നു. ജന്മം നൽകിയ മാതാവിനെ ജനിപ്പിച്ചതിന്റെ കടം വീട്ടാൻ ഞാൻ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് പൈശാചികമായ ചേഷ്ടയിൽ വിളിച്ചു പറയുന്ന യൗവനവും പ്രിയപ്പെട്ട മാതാവിനെ ചുറ്റികക്ക് തലയോട്ടി അടിച്ചു പൊട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ടവനായ തന്റെ കുഞ്ഞനുജന്റെ കപാലം ചുറ്റികക്ക് അടിച്ചു പൊട്ടിച്ച് നിഷ്കരുണം കൊന്നുകളയുന്നതും വാർദ്ധക്യത്തിലെത്തിയ മുത്തശ്ശനെയും മുത്തശ്ശിയെയും തല്ലിക്കൊല്ലുന്നതും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന് കൂടെ ജീവിച്ച തന്റെ സഹോദരിയുടെ പുണ്യമേനിയിൽ രതിക്രീഡയാൽ നൃത്തമാടുന്നതിലേക്കും കേരളത്തിന്റെ കൗമാരത്തെയും യൗവനത്തെയും സാംസ്കാരികമായി തകർത്തെറിഞ്ഞത് ലഹരി എന്ന കൊടും പാഷാണമല്ലാതെ മറ്റാരാണ്? പറക്കമുറ്റിയിട്ടില്ലാത്ത, ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലുമില്ലാത്ത 10ാം ക്ലാസ്സിലെ പാവം ഷഹബാസിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടും കലിയടങ്ങാതെ തല്ലിക്കൊല്ലാൻ സോഷ്യൽ മീഡിയ വഴി ഭീകരമായി ആഹ്വാനം നടത്തിയവർ, അവസാനം കൊന്നു കൊലവിളിച്ച് സംഹാരത്താണ്ഡവ നൃത്തമാടുന്ന വർത്തമാനകാല കേരളത്തിന്റെ ലക്കും ലഗാനവുമില്ലാത്ത രാസലഹരിയാൽ ഭ്രാന്ത് പിടിച്ച കേരളത്തിന്റെ കൊടൂര കൗമാരമേ, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിന്തറ്റിക് രാസലഹരിയുടെ ഉന്മാദത്തിന്റെ തമോഗർത്തത്തിൽ തകർന്നടിയും മുൻപ് തിരിച്ചു വിളിക്കേണ്ടിയിരിക്കുന്നു ഈ സമൂഹത്തെ. അക്രമത്തിനും അരാജകത്വത്തിനും ലഹരിയുടെ ഉന്മാദത്തിനും പ്രോത്സാഹനം നൽകുന്ന, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ, സീരിയലുകൾ, കഥകൾ, നോവലുകൾ, സാഹിത്യങ്ങൾ ഒന്നും തന്നെ നാം പ്രോത്സാഹിപ്പിക്കരുത്. അത്തരം സാഹിത്യങ്ങളിലെ സൈക്കോപാത്തുകളായ ലഹരിയുടെ രാസലീലയിൽ അഭിരമിക്കുന്ന അരാജകത്വങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്ന നായകന്മാരിൽ നിന്നും നമ്മുടെ മക്കൾ മാതൃക കണ്ടെത്താതിരിക്കട്ടെ. നമ്മുടെ മക്കളെ അവയുമായി സമീപിക്കാൻ പോലും നാം അനുവദിക്കരുത്. കുഞ്ഞുനാളിലെ ഈ അവബോധം നമ്മുടെ മക്കൾക്ക് കർശനമായി പകർന്നു നൽകുക. ജീവിതമാണ് ലഹരി എന്ന സുന്ദരമായ പരമാർത്ഥം നാം ജീവിതത്തിലേക്ക് പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് പകരാനും നാം പ്രയത്നിക്കുക. നമ്മുടെ കൗമാരങ്ങളുടെയും യൗവനത്തിന്റെയും അടിവേരറുക്കാൻ ഉരുമ്പിട്ടിറങ്ങുന്ന പിശാചിന്റെ സന്തതികൾക്കെതിരിൽ അതിശക്തമായ നിയമങ്ങൾ ഉണ്ടാവട്ടെ. അത്തരം നേരാധവന്മാർക്ക് 200 ഗ്രാം മട്ടനും 400 ഗ്രാം ചിക്കനും കൊടുത്ത് സുഖലോലുപതയിലേക്ക് ആനയിക്കുന്നതിന് പകരം വേണ്ടി വന്നാൽ നടു റോട്ടിൽ പട്ടണ ഒരുക്കുക. അതാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അഭികാമ്യമായിട്ടുള്ളത്. ലഹരി വിമുക്ത നവകേരളം പുനഃസൃഷ്ടിക്കാൻ നാം ഓരോരുത്തരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. സുന്ദരമായ ഒരു നല്ല കാലത്തെ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ജയ് ഹിന്ദ്. തീവ്ര ചോക്ക്. സാധാരണത്തിൽ PSC കയറുന്ന പോലെ UPSC കയറുന്ന പോലെ എല്ലാ ഡിഫൻസ് ഘടനയിൽ കയറുക എന്നുള്ളത്. കാരണം അത് മനസ്സിലാക്കുന്ന ഒരു ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ജോലി താല്പര്യത്തോട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, രാഷ്ട്രീയ റൈഫിൾസ് പോലുള്ള സംവിധാനങ്ങൾ ജീവൻ പണം വെച്ചുകൊണ്ട് കുടുംബത്തെ പോലെ ഒരു നിമിഷം പോലെ ഓർക്കാൻ കഴിയാതെ അതിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ അതിനകത്ത് പ്രവർത്തിച്ചു. സാധാരണ ട്രെയിൻ യാത്രകൾ വരുന്ന സമയത്ത് യൂണിഫോം ഇട്ട ആളുകൾ കണ്ടാൽ ഞാൻ എൻ്റെ സീറ്റുമാരുടെ അടുത്ത് പോയിരിക്കും. അവരുടെ അനുഭവങ്ങൾ കൂടി സംസാരിക്കും, അവരുടെ കഷ്ടങ്ങൾ, നേട്ടങ്ങൾ എല്ലാം സംസാരിച്ച് മനസ്സിലാക്കാറുണ്ട്. ആശയവിനിമയം എന്നുള്ളത് ഒരു നാടിനെ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുടെയും പ്രധാനപ്പെട്ട ജീവനാടി എന്നുള്ളത് ആശയവിനിമയമാണ്. നമ്മൾ എന്ത് തന്നെ സൃഷ്ടിച്ചാലും കമ്മ്യൂണിക്കേഷൻ ബ്രേക്കായി അതൊന്നും തന്നെ നിലനിൽക്കില്ല.
ഒരു വാർ ഫ്രണ്ടിലാവട്ടെ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതമാവട്ടെ ഡെയിലി പോകുന്ന സന്ദേശങ്ങൾ ഈ സന്ദേശങ്ങൾ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എല്ലാം നിശ്ചയമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ മാത്രമല്ല നമ്മുടെ ജീവനാട് എടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാലും തലച്ചോറിനുള്ള സന്ദേശമോ ഹൃദയത്തിനുള്ള സന്ദേശമോ താഴത്തിൽ എത്തിയില്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ പരിപാടിക്ക് എല്ലാവർക്കും ഭാവവും നേരിടും. ഏറ്റവും ബഹുമാന്യരായ ഭാരതത്തിന്റെ അഭിമാനമായ കോർപ്സ് ഓഫ് സിഗ്നൽസിന്റെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. സംസ്കാരങ്ങൾക്കിടയിൽ സംഘട്ടനങ്ങളുടെ കാലമാണ്. മനുഷ്യർക്കിടയിൽ പരസ്പരം കിടമത്സരങ്ങളുടെ നാളുകളാണ്. It could refer to the social stratification within civilization, where different groups of people have varying levels of power, wealth and status. അതെ, മനുഷ്യ സമൂഹത്തിന് അവന്റെ വൈവിധ്യങ്ങൾക്ക് ഒന്നിച്ചു പോവാൻ കഴിയില്ല എന്ന് പടിഞ്ഞാറ് വിളിച്ചു പറഞ്ഞപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് നാം മറുപടി കൊടുത്തു. ഡയലോഗ് അമംഗ് സിവിലൈസേഷൻ. സംസ്കാരങ്ങൾക്കിടയിൽ സമന്വയം, നാഗരികതകൾക്കിടയിൽ സമവായവും സംഭാഷണവും സാധ്യമാണ്. അവർക്ക് ഒന്നിച്ച് മാനവികതയോടെ മുന്നോട്ട് പോവാൻ സാധ്യമാണ് എന്നതാണ് നമ്മുടെ പ്രഖ്യാപനം. അരവിന്ദ് ഘോഷ് എന്ന ശ്രീ അരോബിന്ദോ പറഞ്ഞ പോലെ ഇന്ത്യ വാസ് always existed for humanity. ഇന്ത്യ എന്നും നിലനിൽക്കുന്നത് മാനവികതയ്ക്ക് വേണ്ടിയാണ്. ഈ നാട് മനുഷ്യത്വത്തിന്റെ വിശാലമായ സംസ്കാരം പ്രതിനിധാനം ചെയ്ത് അത് വാനത്തോളം വിളംബരം ചെയ്ത മഹാദേശമാണ് നമ്മുടെ ഭാരതം. 1893 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോക സർവമത സമ്മേളനത്തിൽ ഭാരതത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വിവേകത്തിന്റെ ആനന്ദം പൂരശ്രീ വിവേകാനന്ദ സ്വാമികൾ 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള മഹാപ്രഭാഷണത്തിന്റെ മഹാപ്രഘോഷണം, അതിന്റെ പ്രാരംഭം സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക. ഈ ഹൃദയസ്പർശിയായ അഭിസംബോധന രീതി പടിഞ്ഞാറ് അന്നുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ കോരിത്തരിച്ചു പോയി. ഈ മൂല്യങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യ. ഈ മഹനീയ മൂല്യങ്ങളാൽ നിർമ്മിതമാണ് ഇന്ത്യ. I am proud to belong a religion which has taught the world that both tolerance and universal acceptance. We believe not only in universal toleration but we accept all religion as true. ഞാൻ ഒരു മതത്തിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നവനാണ്. എന്താണ് എന്റെ മതത്തിന്റെ സംസ്കാരത്തിന്റെ പ്രത്യേകത? ടോളറൻസിന്റെ മഹാത്മ്യം പറയുക മാത്രമല്ല, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നവരാണ് ഞങ്ങൾ. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യമുണ്ട് ഞങ്ങൾക്ക്. ഈ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച അവകാശികളായ ഞങ്ങൾക്ക് ഇന്ന് ഇതെല്ലാം അഭിമാനത്തോടെ പറയാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ നാടിന്റെ പാരമ്പര്യവും ഐക്യവും സ്നേഹവും സഹിഷ്ണുതയും കെട്ടുറപ്പും നാം ഒന്നിച്ച് മുന്നോട്ട് പോവേണ്ടവരാണ്. ബാക്കി നാമോ നിഷാഹമാര ഇന്നും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ അടയാളമാണ്. ഭാരതമെന്നും നിലനിൽക്കട്ടെ, ഭാരതമെന്നും നിലനിൽക്കട്ടെ, ഭാരതമെന്നും നിലനിൽക്കട്ടെ. അതിന്റെ യഥാർത്ഥ പാരമ്പര്യത്തിലും പരമപവിത്രതയിലും പരിഭാവനത്വത്തിലും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്. തീവ്ര ചോക്കസ്, തീവ്ര ചോക്കസ്, തീവ്ര ചോക്കസ്. അറുക്കാതെ എന്നോ തന്നെ പറക്കുന്ന മാടപ്രാവിനെ കിരിക്കാനെന്റെ ഹൃദയം തരാം. അവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു. പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയെ പോൽ തെളിഞ്ഞു നിന്നു. ആയമ്മയെ കാണാനക്കരെ ഇക്കരെ ആ വഴി ഈ വഴി ആരു വന്നു. साथ देने का वादा करो, मैं यूं ही मस्त नक में लुटाता रहूं, तुम मुझे देख कर मुस्कुराती रहो, मैं तुम्हें देख कर गीत गाता रहूं.
ഇതിന്റെ അരുമ സഹിത നഗര കാന്തിയോ ഓമഴേ പറയൂ നീ എന്നിൽ നിന്നും പാടി വന്ന ലാവണ്യമേ ഇന്ദുലേഖ കൺതുറന്നു ഇന്ന് ചാന്ദ്രമാ ഇന്ദുലേഖ കൺതുറന്നു ഇന്ന് ഇന്ദ്രജാലം വെള്ളയുണർത്തി മന്മഥന്റെ തേരിലേറ്റി ഇന്ദ്രജാലം വെള്ളയുണർത്തി മന്മഥന്റെ തേരിലേറ്റി എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സൽദ രാജൻ സി എ. പ്രത്യേകം പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 50ഓളം AMC ഉണ്ട്. അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയും. ഒരു ബാങ്കിന്റെ പ്രധാനമായും 3 ബിസിനസ് നടത്താറുണ്ട്. ഒന്ന് ബാങ്കിങ് സെക്ഷനാണ്, ഒന്ന് ഇൻഷുറൻസ് സെക്ഷനാണ്, മറ്റൊരു മ്യൂച്വൽ ഫണ്ട് എന്ന സെക്ഷനാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് പാർട്ടായിട്ട് വരുന്ന എല്ലാ കൂടിയ അസറ്റ് കൂടിയതാണ്. അത് ഗോൾഡ് ആവാം, റിയൽ എസ്റ്റേറ്റ് ആവാം, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഷെയർസ് ആവാം, എല്ലാം ആവാം. ഇതിൻ്റെ ഒരു പാർട്ടായി വരുന്ന ഒരു കോമ്പിനേഷനാണ് മ്യൂച്വൽ ഫണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ മികച്ച AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ഒന്നായ ആദിത്യ ബിർലയുടെ പാലക്കാടിലെ ബ്രാഞ്ച് മാനേജർ ഭവാനി മേഡമാണ്. നിങ്ങളെല്ലാവരും വളരെ ആഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് വളരെ ഈസിയായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും? സേവ് ചെയ്യും, സ്പെൻഡ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറ്, അല്ലേ? ഇതിൽ നമുക്കിപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിട്ടേൺസ് ഉണ്ടാവുക എന്ന് നമ്മൾ നോക്കും. ഡു നോട്ട് സേവ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ് എന്നാണ് പറയുക. നമ്മൾ ഒരിക്കലും സ്പെൻഡ് ചെയ്ത ശേഷം സേവ് ചെയ്യാൻ പോകരുത്, നടക്കില്ല. നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് പോയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതാണ് റൂൾ തന്നെ ഇത്തരത്തിലാണുള്ളത്. സോ ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനെല്ലാം തീരുമാനിച്ച ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഇൻഫ്ലേഷൻ എന്നാണ് പറയുക. 2 രൂപയ്ക്ക് ചായ കുടിച്ച ആളുകൾ ഇതിൽ ഒരുപാട് പേരുണ്ടാവും. ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 12 രൂപ 10 രൂപ നിരക്കിൽ നമ്മൾ കൊടുക്കണം. 10 വർഷം കൊണ്ട് വന്ന മാറ്റമാണ്. അപ്പോൾ അത്തരത്തിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺസ് തരാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണം നമ്മൾ പോകാനായിട്ട്. 100 rupees മുതൽ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. നമ്മൾ വേറെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റിൽ പോയാലും നമുക്ക് ഒരു 100 rupees ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. മാത്രമല്ല ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഇത് നിരന്തരം അടക്കണമല്ലോ എന്നൊരു രീതിയും കൂടി നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കയറാം. ലോങ് ടേമിൽ വെക്കാൻ സാധിച്ചാൽ അത് വളരെ ഗുണകരമാവുകയും ചെയ്യും. സെബിയുടെ കൺട്രോളിലാണ് ഇത് നടക്കുന്നത്. സോ ഇതിനകത്ത് വേറെ ഒരു രീതിയിലുള്ള നമ്മുടെ ഹാർഡ് ആൻഡ് മണിയുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രൊട്ടക്ഷൻ ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, എല്ലാം ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ റിസ്ക് ഉള്ള ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്, മാർക്കറ്റ് റിസ്ക് ഇല്ലാത്ത ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സും അവൈലബിൾ ആണ്. നമ്മുടെ പേർപ്പസ് എന്താണോ അതിനനുസരിച്ച് എത്ര വർഷം നമ്മുടെ കയ്യിലുണ്ട് എന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ ഇപ്പോൾ നിങ്ങൾക്ക് രാജൻ സാറെ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ മുതലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സിനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാൻ കുറച്ച് സമയം നമ്മൾ എടുത്തത്. എന്നാലും വളരെ വളരെ സന്തോഷം. ഈ മൊമെന്റോസ് നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ പങ്കജാക്ഷൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പരിപാടിയൊക്കെ വളരെ നന്നായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ട്രോഫീസ് സ്പോൺസർ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ട്രോഫീസിൽ നോക്കിയാൽ വൈസ്വേർഡ് എന്നുള്ളൊരു അക്കാഡമിയുടെ പേരാണ്. ഇത് എൻ്റെ ഒരു അക്കാഡമിയാണ്. അപ്പം അവിടെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, IELTS ഉണ്ട്, OET ഉണ്ട്, TOEFL ഉണ്ട്, TESOL ഉണ്ട്. അപ്പം ഇംഗ്ലീഷിൻ്റെ ടീച്ചിങ്ങും അത് ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും അക്കാഡമിയിൽ നിന്ന് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ് ജയ്. 116ാമത് ക്രോപ്സ് ഡേ സെലിബ്രേഷന് തിരശ്ശീല വീഴുകയാണ്. അടുത്ത വർഷം ഇതുപോലൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെയാണ് എല്ലാവരും മടങ്ങുന്നത്. പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവരുണ്ട്. അവർക്ക് കൂടി വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.